സത്യഭാമ ചോദിക്കുകയാണ്, മുരുകണ്ണനാണോ ബ്രോക്കർ? മുരുകൻ പറയുകയാണ്, അയ്യോ ഉണ്ടല്ലോ, ഞാൻ തന്നെയാണ് ബ്രോക്കർ. ഒന്ന് രണ്ടെണ്ണം വന്ന് മുറുകിയിട്ടും ഉണ്ട്. അത് പക്ഷേ ഞാൻ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സത്യഭാമ ചോദിക്കുകയാണ്, പക്ഷേ ആദ്യ വിവാഹം ഒഴിയാതെ അതെങ്ങനെ നടക്കും മുരുകണ്ണ? ഇതെന്താ, നിങ്ങൾ ഈ രാജ്യത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? അതിന് ആ ചെറുക്കൻ വക്കീലല്ലേ സത്യാമേ? കോടതിയിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ചെന്ന് ചോദിച്ചാൽ ജഡ്ജി ഉടനെ എടുത്തു കൊടുക്കുമായിരിക്കും വിവാഹമോചനം. ഏതായാലും സത്യാമാതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. അവൻ ആ ബന്ധമങ്ങ് ഒഴിയട്ടെന്ന്. പിന്നെ പ്രീതി മോൾക്ക് ഞാൻ തന്നെ കൊണ്ടുവരില്ലേ നല്ല ഫസ്റ്റ് ക്ലാസ് പുതിയ ചെറുക്കനെ? ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്, അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഒന്നും വേണ്ട മുരുകണ്ണ, ഇപ്പോഴുള്ളത് തന്നെ മതി. ഞാൻ മുരുകണ്ണനെ വിളിപ്പിച്ചത് അക്കാര്യം പറയാനാണ്. ഇല്ല, ഏത് കാര്യമെന്ന് സംശയത്തോടു കൂടി ചോദിക്കുകയാണ് മുരുകൻ. അവിടെ അർജുന് മറ്റൊരു വിവാഹം നടക്കാൻ പാടില്ല. മുരുകണ്ണൻ വേണം അവിടത്തെ കുളം കലക്കി മീൻ പിടിക്കാൻ. മനസ്സിലാകാതെ മുരുകൻ നിൽക്കുമ്പോൾ സത്യഭാമ ഉടനെ പിള്ളച്ചേട്ടാന്ന് വിളിക്കുകയാണ്. രമണൻ പിള്ള ബാഗിൽ നിന്നും ഒരു കെട്ട് നോട്ടെടുക്കുകയാണ്. സത്യഭാമയ്ക്ക് നീട്ടുന്നു. ആ നോട്ട് കെട്ട് സത്യഭാമ മുരുകന് നേരെ നീട്ടിയിട്ട് പറയുകയാണ്, ദാ അതിനുള്ള ചെറിയ ഫീസ്. നോട്ടുകെട്ട് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് മുരുകൻ. പിന്നീട് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീടാണ്. അവിടെ ബാലചന്ദ്രനോട് രാജേശ്വരി ചോദിക്കുകയാണ്, എവിടെ നിന്റെ അളിയൻ, ഇതുവരെ റെഡിയായില്ലേ? ബാലചന്ദ്രൻ പറയുകയാണ്, ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഷർട്ടിന്റെ ചുളിവ് കൂടിപ്പോയെന്നും പറഞ്ഞ് അത് നേരെയാക്കാൻ പോയിരിക്കുകയാണ്. രാജേശ്വരി പറയുകയാണ്, ഇങ്ങേരുടെ ഇപ്പോഴത്തെ ഉടയാത്ത ഷർട്ട് കണ്ടിട്ടല്ലേ ദൈവങ്ങൾ സന്തോഷിക്കുന്നത്. നമ്മൾ ഈ പോകുന്നത് അമ്പലത്തിലേക്കാണ്, ഫാഷൻ ഷോയ്ക്കല്ല. ഇത് കേട്ട് ബാലചന്ദ്രൻ സത്യഭാമ കേൾക്കാതെ പറയുകയാണ്, സ്വയം കണ്ണാടി നോക്കി പറയേണ്ട ഡയലോഗാണിത്. ചന്തയിൽ പോയാലും ചേച്ചി ഫാഷൻ ഷോയ്ക്ക് പോകുന്നത് പോലെ ഇറങ്ങൂ. രാജേശ്വരി എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ചേച്ചിയുടെ ഭർത്താവിന്റെ കാര്യം ചേച്ചി അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ ഇടപെട്ടാൽ ശരിയാകില്ല. ചേച്ചി അയാൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ, ഞാനേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാം. ഗോപാലകൃഷ്ണൻ വരാത്തത് കണ്ട് മുകളിലേക്ക് നോക്കി വീണ്ടും രാജേശ്വരി വിളിക്കുകയാണ്, എവിടെ, റെഡി ആയില്ലേ ഇതുവരെ? അന്നേരം രാജേശ്വരിയുടെ വീടിന്റെ ഗേറ്റ് തുറന്നു വരികയാണ് ശാരദാമ്മ. ബാലചന്ദ്രൻ ഇത് കാണുകയാണ്. ശാരദാമ്മയെ കണ്ട് അകത്തേക്ക് നോക്കി ചേച്ചി എന്ന് ഉറക്കെ വിളിക്കുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രന്റെ ആ വിളി കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന രാജേശ്വരി ശാരദാമ്മയെ കാണുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണനും പുറത്തേക്ക് ഇറങ്ങുകയാണ്. രാജേശ്വരി ചോദിക്കുകയാണ്, എന്താണാവോ ശാരദാമ്മയ്ക്ക് ഈ വീട്ടുനടയിൽ കാര്യം? ഓ, വീണ്ടും വക്കീൽ നോട്ടീസുമായി വന്നതായിരിക്കും അല്ലേ? അതെ, കോട്ടിട്ടവന്റെ കയ്യൊപ്പ് കിട്ടിയ ഒരു നോട്ടീസ് കിട്ടിയാൽ ഞങ്ങളൊക്കെ അങ്ങ് കാശി രാമേശ്വരത്തേക്ക് ഓടിപ്പോകുമെന്നായിരിക്കും നിങ്ങളൊക്കെ കരുതിയത്. ശാരദാമ്മ പറയുകയാണ്, സത്യമായിട്ടും ആ വക്കീൽ നോട്ടീസ് അയച്ചത് എന്റെ അറിവോടുകൂടി അല്ല. ഞാൻ അറിയാതെ ശാലിനി എന്തോന്ന് പറയുമ്പോൾ ഇടയ്ക്ക് കയറി രാജേശ്വരി പറയുകയാണ്, എന്താ ശാരദാമ്മേ, നിങ്ങൾ പ്രസവിച്ചതല്ലേ ഈ ശാലിനിയെ? പലതവണ പറഞ്ഞതല്ലേ അവളെ നിലയ്ക്ക് നിർത്താൻ. പറന്ന് അവളിപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മീതെയായി പറക്കുന്നത്. പക്ഷേ അതിങ്ങോട്ട് ഈ രാജേശ്വരിയുടെ അടുത്തേക്ക് വേണ്ട. തലയും വാലുമെല്ലാം പിഴുതെടുത്ത് നിലത്തടിക്കും ഈ ഞാൻ. ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, ഇപ്പോ എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? വക്കീൽ നോട്ടീസ് അയച്ചതിന് മാപ്പ് പറയാനാണോ? അതൊക്കെ കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, അല്ലളിയ, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ, 10 ലക്ഷം തിരികെ തന്ന് ഇടപാടങ്ങ് തീർത്തേക്കാം എന്ന് കരുതിയായിരിക്കും ശാരദാമ്മയുടെ വിചാരം. ചിരിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, വലിയ സന്തോഷം, എന്നാലേ അത് ഇവിടെ അങ്ങ് വച്ചിട്ട് പൊയ്ക്കോളാൻ പറയ്. നിങ്ങളോടുകൂടി ശാരദാമ്മ പറയുകയാണ്, ഞാൻ അക്കാര്യം പറയാനാണ് വന്നത്. നിങ്ങൾ തന്ന 10 ലക്ഷം രൂപ കളവ് പോയി. അത് കേട്ട് ആകെ പരിഭ്രമിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും രാജേശ്വരിയും. അത്രയും പറഞ്ഞ ശാരദാമ്മ തിരിഞ്ഞു നിന്ന് സങ്കടപ്പെടുമ്പോൾ പരസ്പരം നോക്കി ചിരിക്കുകയാണ് മറ്റു 3 പേരും. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ വിളക്കൊരുക്കുന്ന ശ്യാമയാണ്. അന്നേരം അവിടേക്ക് വന്ന ശാരിക ദേഷ്യപ്പെട്ട് ശ്യാമയോട് ചോദിക്കുകയാണ്, അതെ, നീ ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചായിരുന്നോ? എന്ത് കാര്യമെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, അപ്പോഴേക്കും നീ മറന്നോ, നിന്റെ സാറിന്റെ കാര്യം, ആ രാജീവ് രംഗനാഥിന്റെ കാര്യം? ഓ അതോ, അത് ഞാൻ മറന്നുപോയി വല്യേച്ചി. നാളെ പോകുമ്പോൾ ഞാൻ അന്വേഷിക്കാം. ഇന്നലെ പറഞ്ഞ കാര്യം നാളെയാണോ അന്വേഷിക്കുന്നത്? ഒരു ശകലം ഉത്തരവാദിത്തം പോലും ഇല്ലല്ലോ ശ്യാമയെ നിനക്ക്. കഷ്ടം തന്നെ എന്ന് പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, അയ്യോ എന്റെ വല്യേച്ചി, ഇതിനിപ്പോ ഇത്രയ്ക്ക് ദേഷ്യപ്പെടേണ്ട കാര്യം എന്താണ്? ഇതൊരു കൊച്ചു കാര്യമല്ലേ, ഞാനത് വലുതായി മനസ്സിലേറ്റില്ല, അതുകൊണ്ട് മറന്നുപോയതാണ്, അത്ര തന്നെ. എന്നാൽ എനിക്കിത് കൊച്ചു കാര്യം അല്ല. ആ മനുഷ്യൻ പണ്ട് നമ്മുടെ കടയിൽ വന്നു നിന്ന് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ? അദ്ദേഹം ഒരു ഒറ്റത്തടിയാണ്, ആരുമില്ല നോക്കാനും സമയാസമയം ആഹാരം കൊടുക്കാനും. അതാ ഇവിടെ വന്ന് ആഹാരം തരുമോ എന്ന് ചോദിച്ചത്. അതിന് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ?
കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി ആ മനുഷ്യനിവിടെ ആഹാരം കഴിക്കാൻ വന്നിട്ടില്ല. എന്തിന്, ഒരു സിംഗിൾ ചായ കുടിക്കാൻ പോലും വന്നിട്ടില്ല. അപ്പൊ പിന്നെ സാർ എന്ത് ചെയ്തു? അതാണ് എനിക്ക് അറിയേണ്ടത്. ശാരികയുടെ വേവലാതിയെ കൊണ്ട് ശ്യാമ പറയുകയാണ്, അയ്യോ ചേച്ചി പ്ലീസ്, ഇതിലിപ്പോ ഞാൻ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണല്ലോ ചേച്ചിയുടെ സംസാരം. സാറ് ചിലപ്പോ നാട്ടിൽ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുടുംബശ്രീയിലെ ആഹാരം എടുത്തപ്പോൾ മറ്റൊരു ഹോട്ടൽ അന്വേഷിച്ചു പോയി കാണും, അത്ര തന്നെ. സങ്കടപ്പെട്ട് ശാരിക ചോദിക്കുകയാണ്, അങ്ങനെ പോകുമോ സാറ്, നമ്മളോട് ഒരു വാക്ക് പോലും പറയാതെ? ചേടാ അത് കൊള്ളാം, വല്യേച്ചി എന്തിനാ നമ്മുടെ ഒരു കസ്റ്റമറിനോട് ഇങ്ങനെ ചീപ്പ് സെന്റിമെന്റ്സ് കാണിക്കുന്നത്? അല്ലെങ്കിലും സാറൊക്കെ വലിയ ആളാണ്, വലിയ ശമ്പളം, വലിയ തറവാട്, വലിയ സോഷ്യൽ സ്റ്റാറ്റസ്. എപ്പോഴും നമ്മുടെ ഈ മാടക്കടയിൽ വന്ന് ആഹാരം കഴിക്കണമെന്നില്ല. ചിലപ്പോൾ വല്ല 5 സ്റ്റാർ ഹോട്ടലിലും പുതിയ ആഹാരവും പുതിയ ടേസ്റ്റും ഒക്കെ മനസ്സിന് ഇഷ്ടപ്പെട്ട് കാണും, അത്ര തന്നെ. വളരെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ശാരിക അന്നേരം ശാലിനി വന്ന് രാജീവ് അവിടെ ഇരുന്നപ്പോൾ ശാരികേച്ചിയെ പെണ്ണ് കാണാൻ വരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് ദൈവങ്ങളുടെ പടങ്ങളിലേക്ക് നോക്കി ശാരിക ചോദിക്കുകയാണ്, ഈശ്വര, ആ മനുഷ്യൻ എവിടെ പോയി കിടക്കുന്നു? അതിനുശേഷം അലമാര തുറന്ന് ആ ചെരുപ്പെടുത്ത് നോക്കുകയാണ് ശാരിക. പിന്നീട് ശാലിനി കോയമ്പത്തൂരിൽ നിന്നും മടങ്ങി തിരികെ വീട്ടിലെത്തുകയാണ്. അകത്തേക്ക് കയറിയ ശാലിനിയുടെ അമ്മ അമ്മ എന്നുള്ള വിളി കേട്ട് ശാരിക പറയുകയാണ്, ഈശ്വര, അവൾ വന്നല്ലോ. അമ്മ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഇനി എന്തു പറയും? അതിനുശേഷം ശാരിക പെട്ടെന്ന് ചെരുപ്പ് കവറിലാക്കി വീണ്ടും അലമാരയിൽ തന്നെ വയ്ക്കുകയാണ്. ശാരികയെ കണ്ട് ശാലിനി, ആ ചേച്ചി അമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ്. അമ്മ എവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ശാരിക പറയുകയാണ്. അന്നേരം ശ്യാമ വരികയാണ് അവിടേക്ക്. ആ കുഞ്ഞേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു കോച്ചിങ് ക്ലാസ് ഒക്കെ? നന്നായിരുന്നു മോളെ, ഇഷ്ടം പോലെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടി. പോകാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ. ഇല്ല, ഈ അമ്മയെ കണ്ടില്ലല്ലോ, ഇതെവിടെയാന്നും പറഞ്ഞ് അവിടെയൊക്കെ നോക്കുകയാണ് ശാലിനി ശാരദാമ്മയെ. ശാരിക പറയുകയാണ്, ശാന്തേച്ചിയുടെ സൊസൈറ്റിയിലെ വായ്പയ്ക്ക് ജാമ്യം നിൽക്കാൻ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഇനി അതിന് വല്ലതും പോയതാണോ എന്ന് അറിയില്ല. നീ കുളിച്ച് ഡ്രസ്സ് മാറ്, അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. അതൊക്കെ പിന്നെ, ആദ്യം അമ്മയെ കണ്ട് വിശേഷങ്ങൾ പറയണം. ഈ അമ്മ ഇത് എവിടെ പോയി കിടക്കുകയാന്നും പറഞ്ഞ് അകത്തേക്കൊക്കെ പോവുകയാണ് ശാലിനി. ശാരിക മനസ്സിൽ കരുതുകയാണ്, ഈശ്വര, അമ്മയൊന്ന് പെട്ടെന്ന് തിരികെ വന്നെങ്കിൽ. അതേസമയം ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് പറയുകയാണ്, എന്റെ ദൈവമേ, 10 ലക്ഷം രൂപ കളവ് പോയെന്നോ? എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. രാജേശ്വരി പറയുകയാണ്, ഇത് അടവാണ് ഗോപാലേട്ട, വീടും സ്ഥലവും ഒഴിയാതിരിക്കാനുള്ള അടവ്. 10 ലക്ഷം രൂപ കളവ് പോയി എന്ന് പറഞ്ഞാൽ ആ പണവും ഇനി തിരിച്ചു തരണ്ടല്ലോ. ഗോപാലേട്ടൻ ഒരു ശുദ്ധനായതുകൊണ്ട് ഇവിടെ വന്ന് കരഞ്ഞു കാലു പിടിച്ചാൽ കാര്യം നടക്കുമെന്ന് ഇവർക്കറിയാം. അതിനുള്ള നമ്പരായതെന്ന് പറയുമ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് ശാരദാമ്മ പറയുകയാണ്, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്, കള്ളം പറയില്ല ഞാൻ ഒരിക്കലും. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, ശരി, എങ്കിൽ പണം കളവ് പോയത് എവിടെ നിന്നാണെന്ന് പറയൂ, കേൾക്കട്ടെ. ശാരദാമ്മ പറയുകയാണ്, അന്ന് ഞാനും ശാരികയും കൂടി ഇവിടെ വന്ന് പണം മടക്കി തരാൻ വേണ്ടി വന്നിട്ട് തിരിച്ചു പോകുമ്പോഴായിരുന്നു സംഭവം. ബസ് സ്റ്റാൻഡിനടുത്ത് ബസ് കാത്തു നിന്നപ്പോൾ ബൈക്കിൽ വന്ന ഒരു കള്ളൻ എന്റെ കയ്യിലിരുന്ന കവറ് പിടിച്ചു പറിച്ചുകൊണ്ട് ഓടിപ്പോവുമായിരുന്നു. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, നല്ല ബെസ്റ്റ് കള്ളക്കഥ. വെറുതെ പച്ച കള്ളം പറയല്ലേ ശാരദാമ്മേ. നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ടെന്ന് ആ കള്ളൻ എങ്ങനെ അറിഞ്ഞു? മറുപടി ഒന്നും പറയാനാകാതെ നിൽക്കുകയാണ് ശാരദാമ്മ. രാജേശ്വരി പറയുകയാണ്, കഥ പറയുമ്പോൾ എങ്ങനെ പറയണമെന്നെങ്കിലും ആകാമായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഈ കഥയിൽ ഒരു കുറവുണ്ട് ശാരദാമ്മേ. ലോജിക് എന്ന് പറയും. സാമാന്യ ബുദ്ധിയുള്ളവരാരും നിങ്ങളുടെ ഈ കഥ വിശ്വസിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഭൂമി വിട്ടുതരാൻ ആഗ്രഹമില്ലായിരുന്നു. അതിനുവേണ്ടി പല ഒഴിവുകഴിവുകളും അന്നേ നിങ്ങൾ പറയാനായി ശ്രമിച്ചു. മകളെ പേടിയാണെന്ന് വരെ. എന്നിട്ടും ഗോപാലേട്ടൻ നിങ്ങളെ നിർബന്ധപൂർവ്വം കെട്ടിയേൽപ്പിച്ചതാണ് ആ 10 ലക്ഷം രൂപ. അപ്പോ പിന്നെ ഇനിയൊരു ഒഴിവുകഴിവ് പറയാൻ നിങ്ങൾക്ക് ഇടമില്ലാതായി. അപ്പോ കഥയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നതാണ് ബൈക്കിലെ ഈ കള്ളനെയും ബാഗ് തട്ടിപ്പറിക്കൽ നാടകവും. ബാലചന്ദ്രൻ പറയുകയാണ്, പോട്ടെ ചേച്ചി, ഇവർ പറയുന്നത് വിശ്വസിക്കാം നമുക്ക്. പക്ഷെ ഒരു ചോദ്യം, ആ കള്ളനെ ശാരദാമ്മയ്ക്ക് ഇനി കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? അത് കേട്ട് ശാരദാമ്മ ഒന്ന് ബാലചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്ന് പരിഭ്രമിക്കുകയാണ്. പക്ഷെ ശാരദാമ്മ പറയുകയാണ്, ഇല്ല, ആ കള്ളൻ ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ല എനിക്ക് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അതാണ്. എന്നിട്ട് നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടില്ലേ ശാരദാമ്മേ? പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്നു, പക്ഷേ അവര് പരാതി വാങ്ങാൻ തയ്യാറായില്ല. അപ്പോ അത് തന്നെയാണ് കാര്യം. ഈ പോലീസുകാർക്ക് കണ്ണിൽ നോക്കിയാൽ അറിയാം കള്ളം പറയുന്നത് ആരാണെന്നും സത്യം പറയുന്നത് ആരാണെന്നും. ഇനി എനിക്കിതിലൊന്നും പറയാനില്ല, ഞാൻ വിട്ടേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു മാറുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രനെ തൊഴുതുകൊണ്ട് ശാരദാമ്മ പറയുകയാണ്, ദയവ് ചെയ്ത് വിശ്വസിക്കുമോനെ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്.
ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശരി ശരി, വിശ്വസിച്ചു. നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്തിനാണ് നീ ഇവിടെ വന്നതെന്ന് പറയ്. ഞാൻ ആ പണം തിരികെ തരാം. അല്പം സാവകാശം വേണമെന്നാണ് പറയാൻ വന്നത്. ബലേഫേഷ്, ഇത് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. സാവകാശം? അന്ന് നീ ഈ പടിക്കൽ വന്നു നിന്നപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇനി ഒരു സാവകാശം ഇല്ല, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണെന്ന്. പക്ഷെ അന്ന് നീ അതിന് പുല്ലുവിലയെ കൊടുത്തുള്ളൂ. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞങ്ങൾ 10 ലക്ഷം രൂപ നിനക്ക് തന്നത് സത്യമാണ്. അതിന് നിന്റെ മകൾ ഉൾപ്പെടെ സാക്ഷിയുമാണ്. ഈ പറയുന്നതല്ലാതെ പണം നഷ്ടപ്പെട്ടു എന്നുള്ളതിന് നിന്റെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഇനി സാവകാശം തരാൻ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ 10 ലക്ഷം രൂപ നീ തിരിച്ചു തരണം, അല്ലെങ്കിൽ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്ന് വീടും സ്ഥലവും ഒഴിഞ്ഞു പോകണം. അതേ നടക്കൂ. ഗോപാലകൃഷ്ണന്റെ ഈ പറച്ചിൽ കേട്ട് രാജേശ്വരി ചോദിക്കുകയാണ്, എന്താ ഗോപാലേട്ടാ ഇത്? ഒരു മനസാക്ഷി ഇല്ലാതെ പെരുമാറുന്നത് എന്തിനാ? രാജേശ്വരിയുടെ ചോദ്യം കേട്ട് പരസ്പരം നോക്കുകയാണ് ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും. രാജേശ്വരി പറയുകയാണ്, ശാരദാമ്മ ഒരു പാവ സ്ത്രീയല്ലേ? ആ 10 ലക്ഷം രൂപ മോഷണം പോയി എന്ന് ശാരദാമ്മ പറയുന്നത് സത്യമാണെങ്കിലോ? നേരത്തെ ആണെങ്കിൽ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കഴിയുമ്പോൾ ശാരദാമ്മയുടെ കയ്യിൽ 10 ലക്ഷം രൂപയെങ്കിലും ഉണ്ടാകുമായിരുന്നു. അത് വെച്ച് അവർക്ക് വേറെ എവിടെയെങ്കിലും വീട് വാടകയ്ക്ക് എടുക്കുകയോ ഹോട്ടൽ തുടങ്ങുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോ കയ്യിൽ കാശില്ലാതെ പ്രായപൂർത്തിയായ 3 പെൺമക്കളെയും കൊണ്ട് അവരെങ്ങനെയാ തെരുവിലേക്ക് ഇറങ്ങുന്നത്? പറയുന്നതിൽ ഒരു മനുഷ്യത്വമൊക്കെ വേണ്ടേ നിങ്ങൾക്ക്? ഇതൊക്കെ കേട്ട് ശാരദാമ്മ ഒന്ന് ആശ്വസിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, രാജേശ്വരി, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ്. ഞാനൊരു പെണ്ണാണ് ഗോപാലേട്ടാ. ഗോപാലേട്ടന്റെയും കൂടി ചോരയല്ലേ ആ പെൺമക്കള്. അത് വേണം നിങ്ങൾ മറക്കാതിരിക്കാൻ. അല്ല, നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്നാ രാജേശ്വരി നീ പറയുന്നത്? സാവകാശം കൊടുക്കണം ഗോപാലേട്ടാ. ആ 10 ലക്ഷം രൂപ തിരിച്ചു കൊണ്ടുതരാൻ സാവകാശം കൊടുത്തേ തീരൂ. അതാ അതിന്റെ ഒരു മനുഷ്യത്വം. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി ആശ്വസിച്ച് ശാരദാമ്മ രാജേശ്വരിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ശാരദാമ്മ പറയുകയാണ്, പുണ്യം കിട്ടും രാജേശ്വരി, ഇത് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് ആവശ്യപ്പെടാനും ഇരുന്നത്. ശാരദാമ്മയുടെ കൈ മാറ്റിയിട്ട് രാജേശ്വരി പറയുകയാണ്, സോറി, നിങ്ങളുടെ ഈ പുണ്യം ഇവിടെ എടുക്കുന്നില്ലെങ്കിലോ? പകരം വേറൊരു കണ്ടീഷനിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സാവകാശം തരാൻ റെഡിയാണ് ഞാൻ. പക്ഷെ ഈ രാജേശ്വരിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് നിങ്ങൾ മാപ്പ് പറയണം. അത് കേട്ടൊന്ന് അന്തം വിടുകയാണ് ശാരദാമ്മ. പക്ഷെ ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനും സന്തോഷിക്കുകയാണ്. ഇതുവരെ ഈ ശാരദ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് കണ്ണീര് കൊണ്ടെന്റെ കാല് കഴുകണം. എന്താ, തയ്യാറാണോ നിങ്ങൾ? ഒന്ന് ആലോചിച്ച് തന്നെ നിൽക്കുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലാണ്. എല്ലായിടത്തും ശാരദാമ്മയെ നോക്കിയ ശേഷം കാണാത്തത് കൊണ്ട് ശാലിനി പറയുകയാണ്, അല്ല, അമ്മ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ ചേച്ചി. കടയിൽ നോക്കിയപ്പോൾ അവിടെയും ഇല്ല. ആരോടും പറയാതെ അമ്മ ഇത് എങ്ങോട്ടാണ് പോയത്? ശ്യാമ പറയുകയാണ്, ഏയ്, ദൂരത്തോട്ട് എങ്ങും പോയി കാണില്ല, അമ്മയുടെ കാല് പൊള്ളിയിരിക്കുവല്ലേ. ഇത് കേട്ട് പരിഭ്രമിച്ച് ശാലിനി ചോദിക്കുകയാണ്, അമ്മയുടെ കാല് പൊള്ളിയെന്നോ? എങ്ങനെ? ശാരിക പറയുകയാണ്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അടുക്കളയിൽ വെച്ച് വാർക്കാൻ കഞ്ഞിക്കലം എടുക്കുമ്പോൾ അബദ്ധത്തിൽ കൈ വഴുതി പോയതാണ്. തിളച്ച കഞ്ഞിവെള്ളം കാലിൽ വീണു. എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവയ്ക്കുകയാണ് ശാലിനി. പേടിക്കുകയൊന്നും വേണ്ട ശാലിനി, അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വെച്ചു. സാരമായിട്ടൊന്നും ഇല്ല ഇപ്പോൾ. ശാലിനി ചോദിക്കുകയാണ്, അല്ല, ചേച്ചിയല്ലേ പറഞ്ഞത് ശാന്തേച്ചിയുടെ വായ്പയുടെ കാര്യത്തിനായി അമ്മ സൊസൈറ്റിയിൽ പോയിട്ടുണ്ടാകുമെന്ന്? കാല് പൊള്ളിയിരിക്കുമ്പോൾ ശാന്തേച്ചി അമ്മയെ കൊണ്ടുപോകുമോ? ഇല്ലല്ലോ. സത്യം പറ, അമ്മ എവിടെയാ പോയതെന്ന് ശാരിയേച്ചിക്ക് അറിയില്ലേ? അന്നേരം മുന്നോട്ട് നടക്കുകയാണ് ശാരിക. ശാലിനി പറയുകയാണ്, ശാരികേച്ചി ഒന്ന് നിന്നേ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.